സമീറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി അതൊരു വിഷയമാക്കി വെക്കുന്നതിൽ അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ഉന്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ സമീറിൻ്റെ പാർട്ടിയിലെ സ്ഥാനം എന്താണ്, ആരാണ് സമീർ എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടിക്കകത്ത്, പാർട്ടി നേതൃത്വത്തിനിടയിൽ തന്നെ എന്താ പറയുക, ഒരു ഹാഫ് ഹേർട്ടഡാണ്, പൂർണ്ണ ബോധ്യത്തിലല്ല പാർട്ടി നേതൃത്വം തന്നെ. കാരണം സമീറിനെ നമുക്കറിയാം, സമീർ എനിക്ക് വ്യക്തിപരമായി വളരെ അടുത്തറിയാവുന്ന ആളാണ്. നൗഫൽ നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ് ഫാറൂഖ് കോളേജിൽ. ഫാറൂഖ് കോളേജിൽ MSFൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്നു, UUC ആയിട്ട് വിജയിച്ചു, ചെയർമാനായിട്ട് വിജയിച്ചു. പിന്നെ നമ്മൾ സമീറിൻ്റെ സംഘടനാ പ്രവർത്തന രംഗത്ത് കാണുന്നില്ല. അവൻ പഠനം, കമ്പനി സെക്രട്ടറി എന്നുള്ള നിലയിലാണ്, ആ പ്രൊഫഷനിലാണ് നിൽക്കുന്നത്. അതിൽ സ്വന്തമായിട്ട് സ്ഥാപനമുണ്ട്, ഒരു മികച്ച പ്രൊഫഷനിലാണ് ആ മേഖലയിൽ. സമീറിൻ്റെ പിതാവ് ദീർഘകാലം വാഴൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ഇസ്മായിൽ സാഹിബ്. വളരെ ജനകീയനായിട്ടുള്ളൊരു നേതാവായിരുന്നു. പക്ഷെ സമീറിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ രംഗത്ത് സമീർ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷമായി സമീറിനെ കാണുന്നു. പെട്ടെന്ന് സംസ്ഥാന കൗൺസിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ സമീറിൻ്റെ പേര് കേൾക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സമീർ എങ്ങനെ എത്തിയെന്ന ചോദ്യം നേതാക്കളിൽ തന്നെ ചിലർ ഉന്നയിക്കുന്നു. പിന്നെ സെക്രട്ടറിയിൽ നിന്ന് മാറ്റി നിർത്തിയതായിട്ട് വാർത്തകൾ വരുന്നു. എന്താണ് സമീർ മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ സമീറിൻ്റെ സ്ഥാനം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ട്. പക്ഷേ അതേസമയം സമീറിന് ഉന്നത നേതൃത്വത്തിൻ്റെ ശക്തമായ പിൻബലമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ സമീർ ഒരു ഫണ്ട് മാനേജറാണ്. കമ്പനി സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുള്ള പ്രൊഫഷണൽ യോഗ്യതകൾ അത് പാർട്ടിയുടെ ഫണ്ട് മാനേജ്മെൻറ്റിൽ അദ്ദേഹം വിനിയോഗിക്കുന്നുണ്ട്. സാമ്പത്തിക രംഗത്തുള്ള കുരുക്കുകൾ അഴിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒരു ട്രബിൾ ഷൂട്ടർ എന്നുള്ള നിലയ്ക്ക് ലീഗ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരാളാണ് സമീർ. ചന്ദ്രികയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ED കേസൊക്കെ വന്ന സംഭവം ഓർമ്മയുണ്ടല്ലോ. ED കേസ് എന്ന് പറയുമ്പോൾ പാണക്കാട് ഹൈദരലി തങ്ങളെ ED ചോദ്യം ചെയ്ത അസാധാരണമായ സംഭവം ഉണ്ടായി. അതിനുശേഷം തങ്ങളുടെ മകൻ മൊയ്നലി തങ്ങൾ പത്രസമ്മേളനം നടത്തിയ ഓർമ്മയുണ്ട്. ലീഗ് ഹൗസിൽ വെച്ച് തന്നെ പത്രസമ്മേളനം നടത്തി. അപ്പോൾ അതിലൊക്കെ പോയിന്റുകൾ വിരൽ ചൂണ്ടപ്പെടുന്ന ആരിലേക്കാണ്? സമീറിലേക്കാണ്. അപ്പോൾ സമീറിൻ്റെ ചന്ദ്രികയുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമീർ നോക്കുന്നു. പിന്നെ ചന്ദ്രികയുടെ ഫിനാൻസ് സെക്രട്ടറിയോ മാനേജറോ എന്തോ ആയിട്ട് സമീറിൻ്റെ പേര് കേൾക്കുന്നു. അപ്പോൾ സാധാരണഗതിയിലുള്ള സംഘടനാ പ്രവർത്തന പരിചയം സമീറിനില്ല. ഈ ഫാറൂഖ് കോളേജിലെ MSFൻ്റെ ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ. പക്ഷേ വളരെ പൊടുന്നനെ ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഏറ്റവും സ്വാധീനമുള്ള, ലീഗിൻ്റെ ഫണ്ട് മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്രമാദിത്വമുള്ള ഒരു വോയിസായിട്ട്, ഒരാളായിട്ട് സമീർ മാറുകയാണ്.